ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MG ടൈം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ടും എന്നാൽ അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീഫ് പെരളനാണ്. എന്നാൽ പിന്നെ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അതിനായി ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ 2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ബീഫ് മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ശേഷം നമുക്ക് 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 1 മണിക്കൂറിന് ശേഷം ബീഫ് കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് പുതിനയില ഇട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇനി ആ സമയം കൊണ്ട് ഇതിന് വേണ്ട മസാല തയ്യാറാക്കാനായി ഇതുപോലൊരു കടായി എടുത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നെയ്യ് ചൂടായ ശേഷം 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളക് നടുകെ കീറിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഇതേപോലെ 1 കപ്പ് മീഡിയം സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. സവാളയൊക്കെ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് മതി. ഇപ്പം ഉള്ളിയൊക്കെ ചെറിയ രീതിയിലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മീഡിയം വലുപ്പമുള്ള ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് പുതിനയില നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനിയെല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് തക്കാളിയൊക്കെ ഒരു നല്ലതുപോലെ വെന്തുടയുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ബീഫ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയെല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഗ്രേവിയൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഒരു 2 ടീസ്പൂൺ ഗരം മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ബാക്കിയുള്ള ഗ്രേവിയും കൂടെ വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഗ്രേവി എല്ലാം വറ്റി നല്ലതുപോലെ ബീഫ് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ എല്ലാം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ബീഫിൻ്റെ ഗ്രേവി എല്ലാം നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള വളരെ രുചികരമായിട്ടുള്ള ബീഫ് പെരളൻ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഉറപ്പായും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, അതോടൊപ്പം ഇതേപോലെയുള്ള റെസിപ്പികൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.